ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹീറോൻ്റെ മാസ്റ്റർ വണ്ടി, പഴയ മോഡൽ മാസ്റ്ററാണ്. അത് നമുക്ക് വർക്കിന് കയറിയിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് ജോബ് കാർഡിൽ പറഞ്ഞേക്കണ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ ഒന്ന് എഞ്ചിൻ ഓയിൽ മാറ്റുക, എയർ ഫിൽട്ടർ ചെക്ക് ചെയ്യുക, അതേപോലെ തന്നെ ബ്രേക്ക് സെറ്റ് ചെയ്യുക. ഇത്രയും കേസാണ് മെയിനായിട്ട് പറഞ്ഞത് കേട്ടോ. അപ്പോൾ നമ്മൾ ജനറലായിട്ട് സർവീസോ വേറെ വർക്കുകളോ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. ജനറൽ സർവീസായിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ ആ പറയുന്ന വർക്കുകൾ മാത്രമാണ് നമ്മൾ നോക്കണേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഓയിൽ ചേഞ്ച് പറഞ്ഞിട്ടുണ്ട്, എയർ ഫിൽട്ടർ, ബ്രേക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്ന കേസ് പറഞ്ഞു കേട്ടോ. അപ്പോൾ എഞ്ചിൻ ഓയിൽ നമ്മൾ മാറ്റാൻ വേണ്ടിയിട്ട് അഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് എഞ്ചിൻ്റെ ഉള്ളിലുള്ള ഓയിലിൻ്റെ അവസ്ഥ ഇതാണ്. ഏകദേശം നമുക്കൊരു 50 മില്ലി പോലും തികച്ച് വണ്ടിക്കകത്തില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് ഓയിൽ മൈന്യൂട്ടായിട്ട് കത്തി പോകണുണ്ടാവാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കത്തി അല്ലെങ്കിൽ ഓയിൽ ലീക്കായിട്ടാണ് സാധാരണ കംപ്ലൈൻറ്റ് വരാറ്. ഇപ്പോൾ അത്രയും ഓയിൽ ലീക്ക് ആവാനുള്ള ലീക്കേജ് ഒന്നും നിലവിൽ കാണുന്നില്ല. അപ്പോൾ മൈന്യൂട്ടായിട്ട് ഓയിൽ കത്തി പുകയായിട്ട് പോകുന്നുണ്ട്. അതാണ് മെയിനായിട്ടുള്ളൊരു കംപ്ലയിൻറ്റ് കേട്ടോ. അപ്പോൾ നിലവിൽ നമ്മളിപ്പോൾ ഓയിൽ മാറ്റുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ഇടയ്ക്ക് ഓയിൽ ഇങ്ങനെ കത്തണം. അതുകൊണ്ട് തന്നെ എഞ്ചിൻ ഓയിൽ ലെവൽ കുറഞ്ഞു പോകും. അപ്പോൾ അത് കറക്റ്റായിട്ട് നമ്മൾ മോണിറ്റർ ചെയ്ത് ഉപയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ എഞ്ചിൻ ഓയിൽ തീർന്ന് പിടിച്ച് ഫുള്ള് എഞ്ചിൻ വർക്കായ ഒരു അവസ്ഥയിലേക്ക് വരും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കേസ് എന്ന് വെച്ചാൽ ഓയിൽ ഇപ്പോൾ നമ്മൾ മാറ്റിയാലും ഏകദേശം ഒരു മാസം അല്ലെങ്കിൽ ഒരു 1000 കിലോമീറ്റർ കഴിഞ്ഞാൽ നമ്മൾ ഓയിൽ ലെവൽ ചെക്ക് ചെയ്ത് നോക്കണം. ക്രമാതീതമായിട്ട് കുറയുന്നുണ്ടെങ്കിൽ നമ്മൾ ആ എന്താണ് കംപ്ലൈൻ്റ് എന്ന് നോക്കിയിട്ട് അത് കൃത്യമായിട്ട് പരിഹരിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വണ്ടിയുടെ എൻജിൻ ഫുൾ ഡാമേജിലേക്ക് പോകും. അത് നല്ല കോസ്റ്റ്ലി വരും, കോസ്റ്റായിരിക്കും. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പം നമ്മൾ ഓയിൽ മാറ്റിയെന്ന് കരുതി ഒരു മാസം അല്ലെങ്കിൽ ഒരു 1000 കിലോമീറ്റർ നമ്മളൊരു പീരീഡ് പറയണമെന്നുള്ളൂ. ഓട്ടത്തിൻ്റെ അനുസരിച്ച് ചെക്ക് ചെയ്യണം. ഓയിൽ ലെവൽ കുറയുന്നുണ്ട്, അത് പ്രത്യേകം ശ്രദ്ധിച്ചോണം കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഓയിൽ ഫില്ല് ചെയ്യണ ഡീറ്റെയിൽസൊക്കെയാണ് അതിനകത്ത് പറയുന്നത്. എസ്റ്റിമേറ്റ് ഞാനിപ്പോൾ ഇടാം. അപ്പോൾ അതിനകത്ത് എഞ്ചിൻ ഓയിലിൻ്റെയൊക്കെ മാത്രമേ ഉൾപ്പെടുത്തുന്നുള്ളൂ കേട്ടോ. പിന്നെ അതേപോലെ തന്നെ എയർ ഫിൽട്ടർ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. എയർ ഫിൽട്ടർ വലിയ പഴക്കമായിട്ടില്ല, നമുക്ക് തുടച്ച് ക്ലീൻ ആക്കിയിട്ട് റീസെറ്റ് ചെയ്യാം. പിന്നെ പറഞ്ഞേക്കുന്നത് ബ്രേക്ക് ചെക്കപ്പാണ് പറഞ്ഞത്. ബ്രേക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്, നമുക്ക് ബ്രേക്ക് അഡ്ജസ്റ്റ് ചെയ്തിടാം. ഫ്രണ്ടിലത്തെ ബ്രേക്ക് കേബിളൊക്കെ ചെറിയൊരു വലിച്ചിൽ വന്നിട്ടുണ്ട്. പക്ഷേ എന്നാൽ പോലും തൽക്കാലം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഇടുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ എഞ്ചിൻ ഓയിലിൻ്റെയും ഈ പറയുന്ന വർക്കുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു എസ്റ്റിമേറ്റ് മാത്രമാണ് നമ്മൾ പറയുന്നത്. അതിനകത്ത് നമുക്ക് മാറ്റുന്നത് എഞ്ചിൻ ഓയിലും അതിൻ്റെ ഓയിൽ ബോൾട്ടിൻ്റെ വാഷ് ഓറിങ് ഇത്ര ഐറ്റം മാത്രമാണ് മാറുന്നുള്ളൂ. അപ്പോൾ ഓയിൽ ലെവൽ കുറവുള്ളതുകൊണ്ട് നിർബന്ധമായിട്ട് ശ്രദ്ധിച്ചോളാം. അതല്ലെങ്കിൽ മേജറായിട്ടുള്ളൊരു കംപ്ലയിൻറ്റിലേക്ക് പോകും. അത് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്ത് നമ്മൾ പരിഹരിച്ച് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള പൈസ നമുക്ക് സാമ്പത്തിക നഷ്ടം ഉണ്ടാവും. പ്രത്യേകം ശ്രദ്ധിച്ചോളണം കേട്ടോ. ഓക്കെ.